അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളിതിവിടെ മാങ്ങയൊക്കെ അരിഞ്ഞ് സെറ്റപ്പാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിക്കകത്ത് എണ്ണയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒരു സ്വല്പം കൂടുതൽ കേട്ടോ, ഉലുവയ്ക്കടുക്. അപ്പൊ എണ്ണ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭവം റെഡിയായി. അത് തന്നെ നമ്മുടെ കടുകും ഉലുവയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തിടാനുള്ള ഇഞ്ചിയാണ്. നമ്മളൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി അച്ചാറിൻ്റെ ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കാം. പച്ചമുളക് കൂടെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. നമ്മളിപ്പോ പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പച്ചമുളക് ഒന്ന് മുറിച്ച് തന്നെ ഇടുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പില. അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് നല്ല സിമ്മിൽ അല്ലെങ്കിൽ തീ നിർത്തിയാലും കുഴപ്പമില്ല. ആ രീതിയിൽ ആക്കുക കേട്ടോ. ഇനി നമുക്ക് പൊടിയൊക്കെ ചേർത്തത് നമ്മുടെ ഈ ഇട്ട നമ്മുടെ എന്തൊക്കെ കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാശ്മീരി മുളക് പൊടിയും സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. വളരെ വേഗം തന്നെ റെഡിയാകും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സ്വല്പം കായപ്പൊടി. നമ്മുടെ പരിപാടി ഏകദേശം തന്നെ കഴിയാതെ. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ അച്ചാറിന് ഒരു അല്പം ഗ്രേവി ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ചൂട് തിളപ്പിച്ചരച്ച വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പൊ ഇനി നമ്മുടെ ഈ സ്റ്റൗ അങ്ങ് നിർത്താം. ഇപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ ഉപ്പ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നിർത്തി. ഇനിയിപ്പോ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ മാങ്ങയൊക്കെ തൊട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അച്ചാറിൻ്റെ എന്താ പറയുക ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പം മാങ്ങ അരിഞ്ഞെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് 5 മിനിറ്റിനുള്ളിൽ അച്ചാർ റെഡിയാകും സംഭവം. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് സംഭവം റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ കൂടുതൽ നാളിത് കേടാതിരിക്കണം കുറച്ച് എണ്ണ ചൂടാക്കി ഇതിൻ്റെ മേളിലൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒത്തിരി ദിവസം ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, തിളപ്പിച്ചരച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് പകരം വേണമെങ്കിൽ ആ ക്വാണ്ടിറ്റിയിൽ എണ്ണ ചേർക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാളിരിക്കും. പക്ഷെ നമുക്കിത് അധികം നാളത്തേക്ക് വെക്കാനല്ല, പിന്നെ എണ്ണ കുറച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കിയോ. ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നമ്മളൊന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് തയ്യാറാക്കി നോക്കണം, നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.